വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും വെള്ളമെന്റെ മേൽ കവിയുകില്ല. വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും വെള്ളമെന്റെ മേൽ കവിയുകില്ല. വെന്തു പോകില്ല ഞാൻ തീയിൽ നടന്ന എൻ താതൻ എന്നോട് കൂടെയുണ്ട്. വെന്തു പോകില്ല ഞാൻ തീയിൽ നടന്ന എൻ താതൻ എന്നോട് കൂടെയുണ്ട്. ബാഖായിൻ താഴ്വരെ കൂടെയുണ്ട്. യാക്കോബിൻ ദൈവം എൻ കൂടെയുണ്ട്. ബാഖായിൻ താഴ്വരെ കൂടെയുണ്ട്. യാക്കോബിൻ ദൈവം എൻ കൂടെയുണ്ട്. രോഗക്കിടക്കയിലും കൂടെയുണ്ട്. ലോകാന്ത്യത്തോളം എൻ കൂടെയുണ്ട്. രോഗക്കിടക്കയിലും കൂടെയുണ്ട്. ലോകാന്ത്യത്തോളം എൻ കൂടെയുണ്ട്. കൂടെയുണ്ടേശു എൻ കൂടെയുണ്ട്. കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. കൂടെയുണ്ടേശു എൻ കൂടെയുണ്ട്. കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമുക്ക് തിരുവചനത്തിൽ നിന്നൊരു ഭാഗം വായിക്കാം. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യം മുതൽ വായിച്ച് കേൾക്കാം. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യം മുതൽ. പിന്നെ അവൻ അരുളി ചെയ്തത്, എൻ്റെ വചനങ്ങളെ കേൾപ്പിൻ. എൻ്റെ വചനങ്ങളെ കേൾപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയെ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല. അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. സ്തോത്രം. ദൈവം ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്ന അഭിപ്രായമാണിത്. അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. എൻ്റെ ഗ്രഹത്തിൽ, എൻ്റെ കുടുംബത്തിൽ, സ്വർഗീയ ഭവനത്തിൽ, എൻ്റെ സ്വർഗരാജ്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നു. ദൈവം ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നതായ എത്രയോ ശ്രേഷ്ഠമായൊരു അഭിപ്രായമാണ്. അബ്രഹാമിനെക്കുറിച്ച് ദൈവം പറഞ്ഞു, അബ്രഹാം എൻ്റെ സ്നേഹിതനെന്ന്. ഞാൻ ചെയ്യാനുള്ളത് എൻ്റെ സ്നേഹിതനായ ഇബ്രാഹിമിനോട് ഞാൻ മറച്ചു വയ്ക്കുമോ എന്നാണ് കർത്താവ് പറഞ്ഞത്. ഉൽപ്പത്തി 18 എൻ്റെ സ്നേഹിതനായ ഇബ്രാഹിം എന്ന് പറഞ്ഞു. അബ്രഹാമിനെ സ്നേഹിതൻ എന്ന് പറയുന്നത്, നിത്യനായ ദൈവം ഒരു മനുഷ്യനെ സ്നേഹിതൻ എന്ന് പറയുന്നു. എന്തൊരു അത്ഭുതമാണ് ഇതല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് എന്ന് ചിന്തിക്കാൻ പറ്റുമോ? ദാനിയേലിനെ കുറിച്ച് പറഞ്ഞു, ദാനിയേലിൻ്റെ പ്രിയ പുരുഷനെന്ന്, ഏറ്റവും പ്രിയ പുരുഷനെന്ന്, ഏറ്റവും പ്രിയ പുരുഷൻ. ഓരോരുത്തരും ദൈവം പറയുന്ന വാക്കുകൾ കേൾക്കൂ. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദാവീദിനെക്കുറിച്ച് പറഞ്ഞു, അവൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഓരോരുത്തരെക്കുറിച്ച് ഓരോ അഭിപ്രായം ദൈവം പറയുന്നതാണ്. നഥാനിയേലിനെ കുറിച്ച് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവൽ കപടമില്ല. സ്തോത്രം. ദൈവം ഓരോ മനുഷ്യനെക്കുറിച്ചും ചില അഭിപ്രായങ്ങൾ പറയുന്നു. എന്നെക്കുറിച്ച് എന്ത് പറയും? ചിന്തിക്കുമോ? എന്നെക്കുറിച്ച് ദൈവം ഇപ്പോൾ എന്ത് പറയും? നിത്യനായ ദൈവം, ഹൃദയം കാണും ദൈവം നോക്കുമ്പോൾ എൻ്റെ സ്നേഹിതനായ എന്ന് പറയുമോ? സൗമ്യനാണ്, വിശ്വസ്തനാണ് എന്ന് പറയുമോ? വിശ്വസിക്കാൻ കൊള്ളാം, വിശ്വസ്തനാണ് പറയുമോ? നമ്മൾ എത്രയോ തവണ വാക്ക് മാറിയുള്ളവരല്ലേ? വാക്ക് പറഞ്ഞിട്ട് വാക്ക് മാറി. വിശ്വസ്തനാണോ? വിശ്വസ്തൻ പറയുമോ? നമ്മുടെ കർത്താവ് പറയൂ, സാക്ഷാൽ ഇസ്രായേലിൽ ഇവൽ കപടമില്ല, കാപട്യമില്ലാത്തവൻ പറയുമോ? നീ ബോധിച്ച പുരുഷൻ എന്ന് പറയുമോ? എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുമോ? എനിക്ക് ഏറ്റവും പ്രിയ പുരുഷൻ എന്ന് പറയുമോ? ചിന്തിക്കുമോ? ചിന്തിക്കണം. എല്ലാം കാണും ദൈവം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒരു ദിവസം ആ ദൈവത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കുമല്ലോ അല്ലേ? ഒരു ദിവസം
എന്നോ ഒരു ദിവസം, ഒരുപക്ഷേ ഇന്നാവണമെന്നില്ല, നാളെ ആവണമെന്നില്ല, നമുക്കറിയാൻ പാടില്ല, ആകാൻ പാടില്ല. ഏത് സമയത്ത് ഈ ഭൂമിയിൽ കടന്നു പോകുമല്ലോ, കടന്നു പോയി കഴിയുമ്പോൾ ചെന്ന് നിൽക്കേണ്ടി വരുമല്ലോ, നിത്യതയെ അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ. നിത്യനായ ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയും? ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ കപടമില്ല എന്ന് പറയുമോ? കപടമില്ല, കാപട്യമൊന്നുമില്ല പറയുമോ? ഇതാ ഏറ്റവും സൗമ്യനായ മനുഷ്യൻ, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എനിക്ക് ബോധിച്ച പുരുഷൻ പറയുമോ? ദൈവത്തിന് സ്തോത്രം. മോശയെക്കുറിച്ച് ദൈവം പറഞ്ഞു, അവൻ എൻ്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. മോസ്റ്റ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ലോയൽ ടു മീ. വിശ്വസ്തനായിരിക്കുന്നു. വിശ്വസിക്കാൻ കൊള്ളാം, ഒരു കാര്യം ഫലമേൽപ്പിക്കാൻ കൊള്ളാം. അതാണ് വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ, അതാണ് കാര്യം ഫലമേൽപ്പിക്കാൻ കൊള്ളാം. നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിങ്ങളുടെ ഓഫീസിലുള്ളവർക്ക്, മാനേജറിന് അല്ലെങ്കിൽ നിങ്ങളുടെ ബോസിന് നിങ്ങൾ കുറച്ച് പറയുമോ? വിശ്വസിക്കാൻ കൊള്ളാം, ഒരു കാര്യം ഏൽപ്പിക്കാൻ കൊള്ളാം, വിശ്വസ്തനാണ്, പറയാൻ പറ്റുമോ? വിശ്വസിക്കാൻ കുറയുമോ? ചിന്തിക്കുമോ? നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, നിങ്ങൾ സ്കൂളിലോ കോളേജിലോ ജോലി ചെയ്യുകയാണെന്നിരിക്കട്ടെ, ഞാൻ കോളേജിലും സ്കൂളിലും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്, ശരി, പറയുമോ? കൊള്ളാം, വിശ്വസിക്കാൻ കൊള്ളാം, ജോലി ഫലമേൽപ്പിക്കാൻ കൊള്ളാം. ഈ കരിയാച്ചിറ ഇടവകയിൽപ്പെട്ട MP മത്തായി സാറായിരുന്നു വടകൂട് രാജർഷി ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ. മത്തായി സാറിന് എന്നെ വലിയ വിശ്വാസമായിരുന്നു. എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിന് മത്തായി സാറ് ഒറ്റപ്പെട്ടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ 8, 9, 10 ക്ലാസ്സിൽ വടകൂട് പഠിച്ചതുകൊണ്ട് മത്തായി സാറിന് എന്തോ എന്നോടൊരു വാത്സല്യം തോന്നി. സാറാണ് എന്നെ പിടിച്ച് ഉയർത്തി വളർത്തിയെടുത്തത് ഭൗതികമായി. ദൈവത്തിന് സ്തോത്രം. സാർ മരിച്ചത് എൻ്റെ വീട്ടിൽ കിടന്നാണ്. അതെല്ലാം ഒരു അത്ഭുതങ്ങളാണ്, ചില ദൈവം ചെയ്ത അനുഗ്രഹങ്ങളാണ്. കാരണം എന്നെ വളർത്തിയ സാറ് എൻ്റെ വീട്ടിൽ തന്നെ കിടന്ന് മരിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. യാദൃശ്ചിക ഞാൻ പറഞ്ഞു പോയതാണ്. സാറിന് എന്നെ വലിയ വിശ്വാസമായിരുന്നു. വിശ്വസ്തനായി സാർ കണക്കാക്കി. ഓരോ സ്കൂളിൽ ജൂനിയർ മോസ്റ്റ് യങ്ങസ്റ്റ് 18 വയസ്സ് പ്രായത്തിൽ ഞാൻ അവിടുത്തെ ഏറ്റവും താഴത്തെ അധ്യാപകനായിട്ട് സാർ എന്നെ ജോലിക്ക് നിയമിച്ചു. വെറും TTC മാത്രം, 10ാം ക്ലാസ് TTC. അവിടെ ഇരുന്നുകൊണ്ട് കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കർത്താവ് എന്നെ പഠിപ്പിച്ചു. പടിപടിയായിട്ട് ഉയർന്നു. ഹൈസ്കൂളിലായി, പിന്നെ കോളേജിൽ പോയി. കോളേജിൽ അവിടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്. അത് കഴിഞ്ഞ് അവസാനം ഞാൻ കോളേജിൻ്റെ പ്രിൻസിപ്പലായി. വിശ്വസ്തനായിരിക്കണം. വിശ്വസ്തനാണെങ്കിൽ അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിചാരകനാക്കും. അല്പത്തിൽ വിശ്വസ്തനാണോ അധികത്തിന് വിചാരകനാക്കും. പുറത്തുകൊള്ളുക. അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ അധികത്തിന് വിചാരകനാക്കും, ഉറപ്പാണ്. എവിടെയാണോ അവിടെ വിശ്വസ്തനായി നിൽക്കുക. 10 പൈസയ്ക്ക് പോലും ക്രമക്കേട് വരുത്തരുത് ഒരിക്കലും. നിങ്ങളൊരു സ്ഥാപനം ജോലി ചെയ്യുന്നെങ്കിൽ അവിടുത്തെ ഒരു പൈസ നിങ്ങൾ മോഷ്ടിക്കരുത്. വേണമെങ്കിൽ അവസരങ്ങൾ കിട്ടിയെന്ന് വരാം, എന്തെങ്കിലും വിൽപ്പന നടത്തുമ്പോൾ അല്ലെങ്കിൽ സാധനങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടിയെന്ന് വരാം, വാങ്ങുമ്പോൾ കമ്മീഷൻ കിട്ടിയെന്ന് വരാം. ദൈവമക്കൾ അതൊന്നും പാടില്ല. ദൈവമക്കൾ അതെല്ലാം തൊടാൻ പാടില്ല. ദൈവമക്കൾ അതാത് സ്ഥാനത്തിരുന്നുകൊണ്ട് അങ്ങനെ തൊടുന്നവരെ അവരെ നിലയ്ക്ക് നിർത്തുകയും ചെയ്തു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. മോശ വിശ്വസ്തനായിരുന്നു. ഇത്രയും നല്ലൊരു മെറിറ്റോറിയസ് സർട്ടിഫിക്കറ്റ് നിത്യനായ ദൈവത്തിൽ നിന്ന് കിട്ടുക എന്തൊരു മഹാഭാഗ്യം. ഭൂമിയിൽ മനുഷ്യരിൽ നിന്ന് കിട്ടുന്നതല്ലോ, നിത്യനായ ദൈവത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ്. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾക്ക് ഇന്ന് കർത്താവ് ഒരു സർട്ടിഫിക്കറ്റ് തന്നാൽ എന്തായിരിക്കും സർട്ടിഫിക്കറ്റിൽ എഴുതുന്നത്? നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ട്, ഇത്രയും കാലത്തെ ജീവിതത്തെ നോക്കിയിട്ട് കർത്താവ് ഒരു സർട്ടിഫിക്കറ്റ് എന്തായിരിക്കും? കുടുംബസമാധാനം ഉണ്ടാക്കുന്നവനാണ്, വീട്ടിൽ സമാധാനം ഉണ്ടാക്കുന്നവളാണ്. ഏതെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അവൾ മൂലം സമാധാനം ഉണ്ടായിട്ടേ ഉള്ളൂ. ഈ മോള് ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നു വന്നതിന് ശേഷം കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടായിട്ടുള്ളൂ.
സമാധാനപുത്രിയാണുള്ളത്. ഈ വീട്ടിൽ അമ്മ മരുമകളോട് സ്വന്തം മോളെ പോലെ പെരുമാറുന്നു. അനുകരിക്കപ്പെട്ടൊരു സ്ത്രീയാണ്. വീട്ടിൽ സമാധാനം ഉണ്ടാക്കുന്നവളാണ്. ഞാൻ സാധാരണ ദൈനംദിന ജീവിത കാര്യങ്ങളായി പറയുന്നത്, പ്രായോഗികമായ ജീവിതത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കൊടുക്കൽ വാങ്ങലുകളിൽ വിശ്വസ്തനായിരിക്കണം. കൊടുക്കൽ വാങ്ങലുകളിൽ ആരുടെങ്കിലും എന്തെങ്കിലും ചോദിച്ച് വാങ്ങിച്ചാൽ, കടം വാങ്ങിച്ചു, ശരി, അത് തക്ക സമയത്ത് കൊടുത്തുകൊള്ളണം. വിശ്വസ്തനായിരിക്കണം. വിശ്വസ്തനായിരിക്കണം. കൊടുക്കൽ വാങ്ങലുകളിൽ വിശ്വസ്തനായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള നിഷ്ഠയുള്ള ആളുകളുണ്ട്. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല കേട്ടോ, മറ്റ് ഇതര മതവിഭാഗങ്ങളിൽ, ഹൈന്ദവരിലും മുസ്ലിം മതത്തിലും എല്ലാം അതുപോലെ വിശ്വസ്തയോടെ കൊടുക്കൽ വാങ്ങലുകളെല്ലാം വിശ്വസ്തമായിട്ട് നിൽക്കുന്നവർ, സത്യസന്ധരായിട്ടുള്ള ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയട്ടെ, ഒരവസരത്തിൽ ഞാൻ പെരുമ്പാവൂർ കുറച്ച് തടി വാങ്ങാൻ പോയി. ഏതോ കുറച്ച് പട്ടിക എന്തോ പെരയുടെ പണിയുടെ ആവശ്യത്തിന് വേണ്ടി അത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. വർഷങ്ങൾക്ക് മുമ്പാണ്. കണക്ക് കൂട്ടി അത് ഞാൻ കൊടുത്ത രൂപ വാങ്ങിച്ചു. അതേ കുറച്ച് രൂപ തിരിച്ചു തന്നു. സാറ് തന്നത് കൂടുതലാണ് എന്ന് പറഞ്ഞു, തന്നു, തിരിച്ചു. പക്ഷെ ഞാൻ വീട്ടിൽ വന്ന് കണക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തെറ്റുപറ്റിയത്. ഞാൻ കൊടുത്തത് ശരിയായിരുന്നു. അത് തിരിച്ചു തരണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ കൂടുതൽ പൈസ വന്നുപോയി. അടുത്ത ബസ്സിന് ഞാൻ പെരുമാർക്ക് പോയി. പണ്ടാണ്. അടുത്ത ബസ്സിന് പെരുമാർക്ക് പോയി. പക്ഷെ ഞാൻ മനസ്സിലാക്കപ്പെട്ടതിന് ശേഷമായിരുന്നു. ഞാൻ പെരുമ്പാവൂർ പോയിട്ട് അവിടെ ആ കടയിൽ ചെന്നു. ഒരു മുസ്ലിം പറ്റിയാണ്. ഞാൻ പറഞ്ഞു, സാറേ, ഇത് എനിക്ക് തന്നത് കൂടിപ്പോയല്ലോ, ബാക്കി തന്നത് കൂടിപ്പോയല്ലോ. ഞാൻ കണക്ക് നോക്കിയപ്പോൾ ഇത്രയും അല്ല, എൻ്റെ കയ്യിൽ മേടിച്ചതല്ല, കുറച്ചുകൂടി കൂടുതൽ മേടിക്കേണ്ടിയിരുന്നല്ലോ. അത് നമുക്ക് ശരിയാ, ഓ ശരിയാണല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നെ സാധാരണ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കാണാറില്ലല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം തൊണ്ടനെടുക്കൊണ്ട് പറഞ്ഞു, സാറേ, സാർ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യണം തോന്നിയത്? ഞാൻ പറഞ്ഞു, ഞാൻ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ അടുക്കൽ നിന്ന് ഇത് കൂടുതൽ എൻ്റെ കയ്യിൽ വന്നു പോയാലും ഒടുവിൽ ഞാൻ കണക്ക് പറയേണ്ടി വരും ദൈവത്തോട്. ഒരു ദിവസം ഞാൻ കടന്നു ചെല്ലുമല്ലോ, ദൈവത്തിന് കണക്ക് പറയേണ്ടി വരും. ആ പേടി ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് ഓടിക്കൊണ്ടുവന്നത്. അദ്ദേഹം കുറച്ച് നേരം മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. പണ്ട് ഡേവിഡ് ഉദ്ദേശി എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെയായിരുന്നു കേട്ടിട്ടുണ്ട്. പിന്നെ ആരെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു. ഡേവിഡ് ഉദ്ദേശി എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിശ്വസ്തനായിരിക്കുക. എല്ലാ കാര്യങ്ങളിലും ശരിക്കും വിശ്വസ്തനായി നിൽക്കുക. അഭിവൃദ്ധി കിട്ടുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. സ്വർഗത്തിലെ ദൈവം കടക്കാരനായിരിക്കുകയില്ല. ആർക്കും കടക്കാരനായിരിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത കണ്ടാൽ തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് 10 ഇരട്ടിയല്ല, 100 ഇരട്ടിയല്ല, 1000 ഇരട്ടിയല്ല നമുക്ക് തരുമെന്നുള്ളത് അനേകരുടെ അനുഭവമാണ്, എൻ്റെയും അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഈ നാമമഹത്വം. മോശ വിശ്വസ്തനായിരുന്നു. മോശയെക്കുറിച്ച് നാം വായിച്ചു തുടങ്ങുന്നത് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലാണ്. 1-ാം അധ്യായം എടുക്കൂ. മോശ ജനിച്ചപ്പോൾ തന്നെ ഒരു വലിയ വിപത്തിലേക്കാണ് ജനിച്ച് വീണത്, വലിയൊരു ആപത്തിലേക്ക്. ജന്മം മുതൽ തന്നെ ആപത്താണ്, ജനിച്ചപ്പോൾ തന്നെ. കാരണം അബ്രഹാമിൻ്റെ കാലം കഴിഞ്ഞു, ഇസാക്കിൻ്റെ കാലം കഴിഞ്ഞു. യാക്കോവിൻ്റെ കാലത്ത് യാക്കോവിൻ്റെ മകനായ യൗസേപ്പ് മിസ്രൈമിലെ പ്രധാനമന്ത്രിയാകാൻ സംഗതി വന്നു. അത് വേറെ കഥയാണ്, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അറിയാം. യൗസേപ്പിൻ്റെ കാലമായപ്പോൾ മിസ്രൈമിലെ എല്ലാ ഐശ്വര്യത്തിനും യൗസേപ്പ് കാരണക്കാരനായി തീർന്നത് കൊണ്ട് ഫറവോ രാജാവ് പറഞ്ഞു, നിൻ്റെ അപ്പനെയും നിൻ്റെ സ്വന്തത്തിൽപ്പെട്ട എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇവിടെ താമസിപ്പിക്കാം. അങ്ങനെ യൗസേപ്പ് അപ്പനായ യാക്കോബിനെയും സഹോദരന്മാരെയും സഹോദരന്മാരുടെ ഭാര്യമാരെയും മക്കളെയും എല്ലാമായിട്ട് 70 പേര്
അവരെല്ലാവരും കൂടെ ഫറവോൻ അയച്ച രഥത്തിൽ കയറി പലസ്തീനിൽ നിന്ന് ഈജിപ്തിലെത്തി. മിസ്രയീം ഈജിപ്തിലെത്തി. ദൈവത്തിന് സ്തോത്രം. ചരിത്ര സംഭവമാണ്. അവിടെ അവർക്ക് താമസിക്കാനായിട്ടൊരു പ്രത്യേക ദേശം തന്നെ കൊടുത്തു. ഗോശൻ ദേശം അവർക്ക് താമസിക്കാൻ കൊടുത്തു. അവിടെ അവർ സന്തോഷമായിട്ട് താമസിക്കുകയാണ്. പക്ഷേ ഈ യാക്കോബിൻ്റെ മക്കളോടുകൂടെ ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ഐശ്വര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പെട്ടെന്ന് എണ്ണങ്ങൾ പെറ്റുവരികയും എണ്ണം വർദ്ധിച്ചു. എണ്ണം വർദ്ധിച്ചപ്പോൾ ഫറവോ രാജാവിൻ്റെ പേടി. ഫറവോ രാജാവ് ഓർത്തു, ഈ കൂട്ടർ എണ്ണം വർദ്ധിച്ചാൽ അവസാനം നമ്മൾ ഒരു കൂട്ടം കൂടി നമ്മളെ തോൽപ്പിച്ച് രാജസ്ഥാനിൽ നിന്ന് കൈവശമാക്കുമോ? പേടിച്ചു. വായിക്കാൻ. അനന്തരം യോസേഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി. അവൻ തന്നെ ജനത്തോട്, ഇസ്രയേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ട് പൊയ്ക്കൊള്ളുവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരന്മാരെ ആക്കി. കഠിനമായി പാവപ്പെട്ട ഇസ്രായേൽക്കാരെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഒരു രാജാവിൻ്റെ കാലത്ത് വളരെ ഐശ്വര്യമായിരുന്നു. കാലങ്ങൾ മുന്നോട്ട് പോയി. ഒരു 400 കൊല്ലം കഴിഞ്ഞിട്ടാണ്, 400-ലേറെ, 430 എന്നാണ് പറയുന്നത്, 400-ലേറെ കൊല്ലം കഴിഞ്ഞിട്ട് യൗസേപ്പിനെയോ അല്ലെങ്കിൽ ആ പഴയ കാലത്തെ ഫറവോ രാജാവിൻ്റെ നന്മയോ അറിയാത്ത പുതിയ ഫറവോ രാജാവ് അധികാരത്തിൽ വന്നു. അദ്ദേഹത്തിന് ഒരു ദുരുദ്ദേശം തോന്നി. ഇവരെ ഇങ്ങനെ വിട്ടുകളഞ്ഞാൽ പോരല്ലോ, ഇങ്ങനെ വിട്ടാൽ ഇത് അപകടമാകുമല്ലോ എന്ന് കരുതി. അതുകൊണ്ട് അദ്ദേഹം ഇസ്രായേൽക്കാർ ഞെരുക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽക്കാർ ഞെരുക്കാൻ തുടങ്ങിയതുപോലെ ഇന്ന് സമൂഹത്തിൽ ഞെരുക്കം നേടുന്ന അനേകം ആളുകളുണ്ട്. ഭവനങ്ങൾ ഞെരുക്കം നേടുന്ന അനേകം ആളുകളുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ യാതനയും വേദനയുമായി കലങ്ങിക്കഴിയുന്ന അനേകം ആളുകളുണ്ട്. ഒരു കാലത്ത് നമ്മൾ പൂർവ്വ പിതാക്കന്മാരുടെ കാലത്ത് നല്ല സ്വീകാര്യം ഉണ്ടായിരുന്നു, നല്ല അംഗീകാരം ഉണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്തേക്ക് വന്നപ്പോൾ അംഗീകാരമെല്ലാം പോയി ആരും ഗവനിക്കാത്ത സ്ഥിതിയിലായി തീർന്നു. അങ്ങനെ ഏറ്റവും വലിയ അപകടകരമായ ദശാസന്ധി അന്ന് വന്നതുപോലെ ഇന്നും അനേകർക്ക് വരുന്നുണ്ട്. ഞെരുക്കങ്ങൾ സമൂഹത്തിൽ ഞെരുക്കങ്ങൾ വരുന്നു, രാഷ്ട്രീയത്തിൽ ഞെരുക്കങ്ങൾ വരുന്നു, പള്ളികളിൽ ഞെരുക്കം വരുന്നു, സഭകളിൽ ഞെരുക്കം വരുന്നു. ഞെരുക്കം അല്ല, കുടുംബത്തിൽ ഞെരുക്കം. ഞാൻ അവിടെ കൊണ്ടുവന്ന് നിർത്തട്ടെ. കുടുംബത്തിൽ ഞെരുക്കം, ഭർത്താവിൻ്റെ മദ്യപാനത്തെ പേടിച്ച് വിറച്ച് കഴിയുന്ന ഭാര്യ മദ്യപിച്ച് വന്നാൽ കഠിനമായി ഉപദ്രവിക്കുമല്ലോ എന്നുള്ളത് കൊണ്ട് എന്തു വേണ്ടെന്നറിയാതെ വിഷമിക്കുന്ന ആ സാധു സ്ത്രീ, അദ്ദേഹത്തിൻ്റെ കൗതുകമാണ് ഭാര്യയെ തല്ലുക എന്നുള്ളത്. ഭാര്യ ഉപദ്രവിക്കുക, എന്തു ചെയ്യും? മദ്യപിച്ച് വന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യാങ്കളി മുഴുവൻ പാവപ്പെട്ട സ്ത്രീയോട്. ആ സ്ത്രീ അല്ലമുറ കരഞ്ഞാലും ഒരു കരുണയുമില്ല. ഈയിടെ വന്ന ചില മെസ്സേജസ് ഞാൻ വായിച്ച് ഞാൻ കരഞ്ഞു, അക്ഷരാർത്ഥത്തിൽ കരഞ്ഞു. പാവം സ്ത്രീ കരയുന്നു, പാവം, ആരും തുണയില്ല, അവൾ വലയുന്നു, തല്ലുകൊള്ളുകയാണ്. എന്തിനു തല്ലുകൊള്ളുന്നത് അവൾക്ക് അറിഞ്ഞുകൂടാ, ഭർത്താവിന് അറിഞ്ഞുകൂടാ എന്തിനാ തല്ലുന്നതെന്ന്. ആ മനുഷ്യൻ്റെ കോപാവേശം മുഴുവൻ ഈ സ്ത്രീയോടാണ് തീർക്കുന്നത്. എന്തിനാ കോപം വന്നത്? മദ്യപിച്ച് കഴിയുമ്പോൾ സുബോധം പോകുന്നു. ഇന്ന് അനേകം കുടുംബങ്ങൾ ഞെരുക്കത്തിലല്ലേ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ചിന്തിക്കൂ, ഇതിന് പരിഹാരം വേണ്ടേ? നിർഭാഗ്യവശാൽ സർക്കാരിന് ഇതൊന്നൊരു ചിന്താ വിഷയമല്ല. ഈ മദ്യമുതലാളിമാരുടെ പൈസ വേണമല്ലോ അവർക്ക്, സർക്കാരിന്. മദ്യമുതലാളിമാരുടെ പൈസ കൊണ്ടല്ലേ അവരുടെ ജീവിതം തന്നെ. കഷ്ടമാണ് നമ്മുടെ നാട്. മദ്യനിരോധനം, മദ്യവർജനം എന്നൊക്കെ പറയും. ഉണ്ടായിരുന്നു, ഒരു സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ പൊളിച്ചു കളഞ്ഞില്ലേ? എല്ലാം പൊളിച്ചു കളഞ്ഞില്ലേ? അബ്കാരികൾക്കെല്ലാം തുറന്നു കൊടുത്തില്ലേ? എല്ലാം നശിപ്പിച്ച് കളയല്ലേ? സമൂഹം നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആർക്ക് ഛേദം?
ആർക്ക് ഛേദം? ആരും അതിന് ചിന്താ വിഷയമല്ല. ഞെരുക്കത്തിൽ വലയുന്ന ജനം, ദുരിതത്തിൽ പിടയുന്ന ജനം, അലമുറ കരയുന്ന സ്ത്രീകൾ, കൂട്ടക്കരച്ചിലായി മക്കൾ. പഠിക്കണമെന്നുണ്ട്, പക്ഷേ അപ്പൻ അമ്മയെ തല്ലുമ്പോൾ അനങ്ങിപ്പോയാൽ തല്ലുള്ളൂ. അതുകൊണ്ട് കട്ടിൽ കഴി വിളിക്കും. ഉണ്ട്, ഇങ്ങനെയുള്ള വീടുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വീട് എങ്ങനെയുണ്ട്? ഞെരുക്കമുണ്ടോ? മോളെ, നിനക്ക് വീട്ടിൽ എന്തെങ്കിലും ഞെരുക്കമുണ്ടോ? മോനെ, നിനക്ക് വീട്ടിൽ എന്തെങ്കിലും ഞെരുക്കമുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങളിൽ നിനക്ക് മനസ്സിന് ആകുലമുണ്ടോ? ഞെരുക്കമുണ്ടോ? ഒന്ന് ഞാൻ പറഞ്ഞു തരാം, ഒറ്റ വാക്ക് പറഞ്ഞു തരാം. ഞെരുക്കം മാറ്റാൻ ക്രിസ്തു ഉണ്ട്. ഞെരുക്കം മാറ്റാൻ ക്രിസ്തു ഉണ്ട്. ഞെരുക്കം കാണുന്നൊരു ദൈവമുണ്ട്. ഞെരുക്കത്തിൻ്റെ പരിഹാരം തരാൻ ക്രിസ്തു ഉണ്ട്. വിശ്വസിക്കൂ. ക്രിസ്തു നിങ്ങൾ വിളിക്കൂ. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. ഹൃദയത്തിൽ ക്രിസ്തു നിറഞ്ഞു നിൽക്കട്ടെ. ഒരു പാവം സ്ത്രീ ഭർത്താവിൻ്റെ തല്ല് കൊണ്ടുകൊണ്ട് ഓടി, മുറിവേറ്റവളായിട്ട് ഓടി. 3 കൊച്ചുങ്ങളുണ്ട്. കൊച്ചുങ്ങളും കൂടെ ഓടി, അമ്മയുടെ കൂടെ. ആ മനുഷ്യൻ അലറി പിന്നാലെ വന്നു. എന്തുകൊണ്ടോ പിടി കിട്ടിയില്ല. നടന്ന കാര്യമാണ് ഈ പറയുന്നത്. ആ സഹസ്ത്രീ ഏങ്ങലടിച്ചുകൊണ്ടാണ് വിളിച്ചത്. സാറേ, ഞാൻ എന്ത് വേണ്ടു? സമാധാനമില്ല. ഞെരുക്കങ്ങളിൽ വലയുന്ന ജനത്തിന് ഞെരുക്കം മാറ്റാൻ ക്രിസ്തു ജീവിക്കുന്നു. ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ക്രിസ്തു ജീവിക്കുന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാം. കർത്താവേ, ഞാനിതാ എൻ്റെ ഈ നിസ്സാര ജീവിതം, ഈ ചെറിയ ജീവിതം, ഈ ലഘുവായ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് ഇതാ ഞാൻ കൈമാറുന്നു. ഞാൻ തീരുമാനമെടുക്കുന്നു. എൻ്റെ ജീവിതം നിനക്ക് തരുന്നു. എനിക്കൊരു സമാധാനം തരണമേ കർത്താവേ, എനിക്കൊരു ശാന്തത തരണമേ. ഇഹത്തിൽ ദുരിതമാണെങ്കിലും പരത്തിൽ സമാധാനമുള്ള സ്വർഗ്ഗ സൗഭാഗ്യമുള്ള ജീവിതത്തിലേക്ക് നീ എന്നെ തിരിക്കണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. പ്രാർത്ഥിക്കൂ. നിങ്ങൾ ക്രൂശിൽ മരിച്ച ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ കഴുകും. ക്രൂശിൽ മരിച്ച ക്രിസ്തുവിൻ്റെ കുരിശ് നിങ്ങളുടെ നെറ്റിമേൽ ഉണ്ടായിരിക്കും. ആ കുരിശിൻ്റെ മുമ്പിൽ പിശാച് താഴും, അവൻ വിനയപ്പെടും. നിങ്ങളുടെ നെറ്റിമേൽ എപ്പോഴും കുരിശിൻ്റെ ഇടയാളം ഉണ്ടായിരിക്കട്ടെ. പുറമേ ഒരു കുരിശ് വയ്ക്കാനല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ആന്തരികമായി കുരിശിൻ്റെ മുദ്ര നിങ്ങളുടെ നെറ്റിമേലുണ്ടായിരിക്കട്ടെ. ഈ കുരിശിലെ ത്യാഗം നിങ്ങളുടെ നെറ്റിമേലുണ്ടായിരിക്കട്ടെ. കുരിശിൽ നേടിത്തുന്ന രക്ഷ നിങ്ങൾക്ക് അനുഭവമായി തീരട്ടെ. ക്രിസ്തുവിൻ്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നുള്ളതായി വിശ്വാസം നിങ്ങൾക്ക് വരട്ടെ. ആ തിരക്താൽ നിങ്ങൾ കഴുകപ്പെടട്ടെ. നിങ്ങളുടെ ജീവിതം പ്രശോഭിതമായി തീരും. വിശ്വസിക്കൂ നിങ്ങൾ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എല്ലാ ഞെരുക്കങ്ങളും മാറ്റി നിങ്ങൾ രക്ഷിക്കുവാൻ എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടെ നിങ്ങളുടെ മനസ്സലിയണമേ. അത് കൃപയുടെ വചനത്തെ ഞങ്ങൾ നിറയ്ക്കണമേ. അവിടുത്തെ കൃപയുടെ ശബ്ദം ഞങ്ങൾക്ക് ഇനിയും കേൾപ്പിക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. തിരക്കത്താൽ ഞങ്ങൾ മുദ്രയിടണമേ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.